ഓഹോ, എന്തൊരാശ്വാസം ഞങ്ങൾക്കും. നിങ്ങളുടെ ഭാഗ്യനക്ഷത്രം തെളിയാൻ പോകുന്ന പിള്ളേരെ, നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് ഒരു വസ്തു ചുളുവലയിൽ ശരിയായിട്ടുണ്ട്. ഇന്ന് തന്നെ 50,000 രൂപ അഡ്വാൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ആ പാറക്കാരന്റെ ആൾക്കാർ തട്ടിക്കൊണ്ട് പോകും. അത്തുകളാ. ഒരാഴ്ചക്കകം നല്ല വിലയ്ക്കത് മറച്ചു വിൽക്കാം. അതിനും ഈ പുരുഷൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നോക്കിയിരിക്കാതെ വേഗം ഒന്ന് റെഡിയാവാൻ നോക്ക്. അല്ലേ പാപ്പാ? അപ്പോ ഞങ്ങള് വെളിയിലോട്ടൊന്ന് പോവാ അല്ലേ? ഞങ്ങള് വരാൻ കുറച്ച് ലേറ്റ് ആകും. ജനലുകളെല്ലാം അടച്ചല്ലേ? ആ ജനലും വാതിലും ഒക്കെ നന്നായിട്ട് അടച്ചോളണം. ജനലും വാതിലെല്ലാം ഭദ്രമായി പൂട്ടി കഴിഞ്ഞല്ലേ? ഇനി ആരും വരില്ല അല്ലേ? എന്നാ വാ, ഞങ്ങൾ വരാൻ അല്പം വൈകിട്ടോ. നിങ്ങൾ വിളിച്ചു പോകുന്ന കേട്ടാ, സാധാരണ വീട് പൂട്ടാറില്ലാന്ന് തോന്നുന്നു. പൂട്ടാറൊക്കെ ഉണ്ട്, അതറിയാം. പക്ഷെ ഇന്ന് പുരുഷേട്ടൻ വന്ന ദിവസം ആയതുകൊണ്ടാ, അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് ശരി, എന്നാ വാ 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 പോവാം. എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അതാ കണ്ടോ, നല്ല 1.5 ഏക്കർ റബ്ബർ തോട്ടവാ. മിൽമയേക്കാൾ പാല് കിട്ടും. മകളുടെ കല്യാണത്തിന് കാശില്ലാത്തതുകൊണ്ടാ തന്നപ്പടി ഈ വിലക്ക് തരാന്ന് പറഞ്ഞത്. ആഹാ, നല്ല ഐശ്വര്യമുള്ള വീടാ നമ്മളെ മറിയാമ്മച്ചേടത്തിയുടെ. വന്ന് താമസമാക്കിയപ്പോഴേ ചാൻസ് കിട്ടി. ശരിക്കും ഇന്നലെയും കിട്ടി. സാരമില്ല. തഴച്ചു വളർന്ന് കൊലച്ചു മറിഞ്ഞിരിക്കുകയല്ലേ. 13 കോടി രൂപയുടെ യൂറിയ കുംഭകോണം അല്ലേ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നത്. അതെ. അപ്പോഴേ മഴുവേലി, ഈ പുളിച്ച രാഷ്ട്രീയവും ബലാത്സംഗവും ഒക്കെ ആയി തെണ്ടി നടക്കാതെ ഈ വസ്തു മറച്ചു വെക്കാൻ ഒരു പാർട്ടി ഉണ്ടാക്കി രക്ഷപ്പെട്ടു. അടുത്ത ആഴ്ച പൂത്ത പണവുമായിട്ട് ജസൈ ജാഫർ ഖാന്റെ 2 സുഹൃത്തുക്കൾ വരണം. ദാവൂദിന്റെ ബിനാമികളാ. ഞാനൊരു പിടിപിടിച്ച് നോക്കാം. എന്നാ ഒന്ന് പിടിച്ചു നോക്കാം. കുറെ ഏമാമാരുണ്ട് നമ്മൾ വാങ്ങിക്കുന്ന വസ്തുവിന്റെ പിന്നാലെ വായി നോക്കി നടക്കാൻ. വായി നോക്കി നടക്കണത് നീയടാ. എങ്ങാണ്ടെന്ന് വന്ന 2 പീറ പിള്ളേരെ കണ്ട് നീ ഒന്നും ഞെളിയണ്ട. എനിക്ക് ചായ വാങ്ങിച്ചു തരാൻ നിന്നിരുന്ന അവന്റെയൊക്കെ പിന്നാലെ തലേ ചോദിച്ചു നടക്കുന്ന നിനക്കൊന്നും എന്നോട് സംസാരിക്കാനുള്ള യോഗ്യതയില്ലടാ. വിൽസൺ പാറയക്കാരനെ ആർക്കും ചായ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. എടാ നന്ദി കേട്ടവനെ. ഗസ്റ്റ് ഹൗസിൽ മന്ത്രി വേസ്റ്റ് ചെയ്യുവാ. യാത് മന്ത്രി? വണ്ടി കയറാ. നമ്മുടെ മന്ത്രി. വാ പോകാം. പാറ പാറ അല്ല, ഇവിടെ പാറ പാറ വന്ന് കേരള പാറ പാരയൊന്നും വിചാരിച്ചില്ല. അങ്ങോട്ട് നീങ്ങിയിരിക്കും. ആരാടോ ഈ പുതുമുഖങ്ങള്? ഇവന്മാരെ നമുക്ക് ഭീഷണിയാവോ? ഇവന്മാരുടെ കാര്യം എനിക്ക് വിട്, ഞാൻ ഡീൽ ചെയ്തോളാം. ആ ബോർഡ് ഇങ്ങനെ എടുക്കടാ. ആ ബോർഡ് എടുത്ത് ഇങ്ങോട്ട് തൂക്കടാ. ഇവിടെ അവിടെ വെക്കേ. റൈറ്റ് ഫോർ ടെലിഫോൺ എക്സ്ചേഞ്ച്. എങ്ങനെയുണ്ട്? ഐഡിയ. എന്താ വൈകിയത്? ഇന്ന് ഞങ്ങള് ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ദിവസമല്ലേ, അതുകൊണ്ട് തിരക്കിലായിരുന്നു. ഞാൻ കാത്തിരിക്കായിരുന്നു. ഇവിടെ ആരും ആർക്കും വേണ്ടിയും കാത്തിരിക്കണ്ട. ഇയാൾ വല്ലതും കഴിച്ചോ? കഴിക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചേക്കല്ലേ. ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിയിട്ടുണ്ട്, പിടിക്ക്. അങ്ങോട്ട് പറ. ഇവിടെ ആരും ഭക്ഷണം കഴിക്കാതിരിക്കണ്ട, കൊണ്ടുപോയി കഴിക്ക്. കൊണ്ടുപോയി കഴിക്കാൻ ചിക്കൻ ബിരിയാണിയാ. എന്തിനാ കരയണേ? വല്ലാതെ വിശന്നുണ്ടാവല്ലേ? നിനക്കെന്താ അവിടെ പണി? എടാ, ഈ കുട്ടിയിരുന്ന് കരയണ്ട. കരയുന്നെങ്കിൽ കൂടെ ഇരുന്ന് കണ്ണീര് തുടച്ചു കൊടുക്ക്. അതെ, ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് സെന്റിമെന്റ്സ് ഒന്നും വർക്കൗട്ട് ചെയ്യാൻ നോക്കണ്ട. ഒരു കാര്യം പറഞ്ഞേക്കാം, നേരം വെളുക്കുന്ന സ്ഥലം വിട്ടോളണം. കഴിച്ചോട്ടോ.
ഞാൻ പോകുന്നു. നന്ദിയുണ്ട്. ഈ 2 ദിവസം ഞാൻ മറക്കില്ല. ചിലപ്പോ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. എങ്ങോട്ട് പോകുന്നതൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ ഇവിടുന്നുള്ള എന്റെ യാത്ര വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കാം. എവിടെ മായ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാല് ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ ഞങ്ങൾ 2 ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്ന ഈ വീട്ടില് ഒരു പെൺകുട്ടിയോട് താമസിക്കാന്ന് വെച്ചാല് അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും ഈ സാഹചര്യത്തിൽ മായ ഇവിടുന്ന് പോണ്ട. നമുക്ക് സാവകാശം ആലോചിച്ച് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. വരൂ, ധൈര്യമായിട്ട് വരൂ. പൂവാല നിരോധിത മേഖല, ഇത് കൊള്ളാലോ പരിപാടി. എന്താ ബസ് കുളിക്കാൻ പോവാ? സിനിമയ്ക്ക് പോയാലോ? കാലത്ത് ഇറങ്ങും ഒരു വാന ഷർട്ട് അയ്യോ, ഹലോ സുന്ദരി. ബസ് കാത്ത് നിൽക്കായിരിക്കും അല്ലേ? ബസ് സ്റ്റോപ്പിൽ സാറിന് ബസ് കാത്താണ് നിൽക്കാറ്. പ്ലെയിൻ കിട്ടിയാലും പോവാൻ വിരോധമൊന്നുമില്ല. ഈ ബോർഡ് കണ്ടില്ലേ? ഇത് ഞാൻ എഴുതിപ്പിച്ചു വെച്ചതാണ്. ഇവിടെ പൂവാലന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. സുന്ദരിക്ക് പൂവാല ശല്യമൊന്നുമില്ലല്ലോ. ഞാൻ ചാർജ് എടുത്തത് പിന്നെ ഈ വഴി ഒറ്റ പൂവാലന്മാരും വരാറേ ഇല്ല. പകരം സാറുണ്ടല്ലോ. സുന്ദരിയെ ആരും ശല്യം ചെയ്യാതിരിക്കാനാണ് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ കോളേജിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ പൂവാലന്മാരുടെയോ കിളികളുടെയോ ശല്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഇവിടെ പൂവാല ശല്യമില്ലല്ലോ? ഇവിടെ പൂവാല ശല്യമുണ്ടോ? പൂവാല അല്ല മക്കളെ, പൂവാറ് പോവാനാ. ബസ് വരുമ്പോ പറയണേ. വിൽസൺ പാറയക്കാരനെ എല്ലാവരോടും തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. CK എന്ത് വില കൊടുത്തും ആ പുരുഷന്റെ പിള്ളേർ അഡ്വാൻസ് ചെയ്ത ഭൂമി നമുക്ക് സ്വന്തമാക്കണം. ആ ദാവൂദിന്റെ പിന്നാമികൾ വരുന്നുണ്ട്. പാറക്കാരാ, ആ കാര്യം എനിക്ക് വിട്ടതാ. പുഷ്പം പോലെ ആ പിള്ളേരുടെ കയ്യിൽ നിന്ന് ആ ഭൂമി CK വാങ്ങിച്ചു തരും. ഒരു 50,000 എറിഞ്ഞു കൊടുക്കേണ്ടി വരും. ആ എന്നാ CK വിട്ടോളൂ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ? ഞാനോ? എന്താടോ? അത് മോളെ ഇരിക്കല്ലേ? അല്ലടോ, എന്റെ ഭാര്യ. അതെയോ? പോടാ കുട്ടികളി. യോഗം ചെയ്തവൻ. കുഴി പോവാറായി. ആരുടെ കാര്യം നീ പറയുന്ന? എത്ര വില? 40 രൂപ. 40 വളരെ കുറവാണല്ലോ. 2 കത്തിയുടെ കാശല്ലേ ചോദിച്ചേ? 1 കത്തിയുടെ. അതിനെ ഞാനും പറഞ്ഞേ. ആ അതേ അവന്മാരോട് നിൽക്കണ്ടേ? വണ്ടി നിർത്ത്, നിർത്തേ. നിങ്ങളാരും വരണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. അയ്യോ, നല്ല മൂർച്ച. ഒന്നേ കാർ പോലെ അവിടെ നിർത്താം. എന്തിനാ ഇപ്പൊ ഓടിയത്? ഞാനാ ഓടുവേ? അതെ, എനിക്ക് രാവിലെ ഇങ്ങനെ ഓടുന്നൊരു എക്സർസൈസ്. എക്സസൈസ് വളരെ നല്ല ശീലം. ഞാൻ നിങ്ങളെ മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങളെയോ? കാണാൻ ഒരു വഴിയില്ല. നിങ്ങളല്ലേ എനിക്ക് ചിക്കനും റമ്മും ഒക്കെ വാങ്ങിച്ചു തന്നത്? ചിക്കൻ റമ്മ് ഞങ്ങൾ വാങ്ങിച്ചു.
ലൈഫിൽ ഞങ്ങൾ ആർക്കും അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ആരെങ്കിലും വാങ്ങി തന്നാ കഴിക്കോ? അങ്ങനെ ആരെങ്കിലും വാങ്ങി തന്നാൽ ഞങ്ങൾ കഴിക്കില്ല. പിന്നെ സ്നേഹത്തോടെ ആരെങ്കിലും വാങ്ങി തന്നാൽ ഞങ്ങൾ വേണ്ടെന്നും പറയില്ല. അപ്പൊ പിന്നെ പോവാല്ലേ? പോവാലോ. നല്ല ടേസ്റ്റ്. ഒരു കുപ്പിയും കൂടി ആവാല്ലേ? ആവാലോ. ചിക്കനും വേണം. ജയ്സ, ഒരു കുപ്പിയും 2 ചിക്കനും. ജയ്സ, കൈയൊഴുവളപ്പൊക്കെ ചിക്കൻ പോന്നേട്ടോ. അത് വേണ. അത് വേണം. പിന്നെ ആ ഭൂമി നമുക്ക് അങ്ങ് കൊടുത്താലോ? ഏത് ഭൂമി? അല്ല, നമ്മൾ ഇന്നലെ അഡ്വാൻസ് കൊടുത്ത ഭൂമി. 50,000 രൂപ ലാഭത്തിന് ഒരു പാർട്ടി വാങ്ങാൻ തയ്യാറാ. കൊടുക്കൂ? അത് കൊടുക്കുന്നില്ല. അതങ്ങ് കൊടുക്കുന്നതാണ് നല്ലത്. കൊടുക്കുന്നതല്ല. എന്തിനാ ഈ കത്തി? ഷോയ്ക്ക്. ഓക്കെ. എങ്ങനെയുണ്ട് ഈ കത്തി? കത്തി തീർക്കാനില്ല. എനിക്ക് പോയിട്ട് എടുക്കണ്ട്. പോയിട്ട് വരാം. അല്ല, കുപ്പി പറഞ്ഞിട്ടുണ്ട്. കത്തി കൂട്ടിയിടാ. സീക്കേക്ക് പറ്റിയോരാ പുള്ളി. അപ്പോ നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ, മഹാമിടുക്കന്മാരാണല്ലോ. അപ്പോഴേ ഇന്ന് നമ്മുടെ സ്ഥലം കാണാൻ ഒരു പാർട്ടി വന്നു. എന്താടാ നിന്റെ കയ്യിലൊരു പ്യോതി? ഇതൊരു പാന്റും ഷർട്ടുവാ. അങ്ങനെ നന്നായിട്ട് ചേരും. ഫാഷൻ ടെക്സ്റ്റൈൽസ് ഞാൻ പറഞ്ഞു മേടിച്ചതാ. മറ്റേ പാർട്ടി വരുമ്പോ ഇങ്ങനെയൊക്കെ പോയാ മതിയോ? ഇത് പിടി എന്നാ പിടി. നിന്റെ ഒരു പാന്റും ഷർട്ടും. അതെ, മേനോട് ബാക്കി വരുന്നുണ്ടോ? മാറി. ഹലോ. അയ്യോ, ഗിഫ്റ്റ് ഒന്നും വേണ്ടായിരുന്നു. എന്തിനാ അത്? ഗിഫ്റ്റ് ഒന്നും അല്ല, ഇവിടുന്ന് പുറത്തേക്ക് വീണതാ. ഇത് അണ്ണന് വേണ്ടി ഞാൻ പ്രത്യേകം വാങ്ങിച്ചതാ. കണ്ടിട്ട് പുള്ളിക്ക് പിടിച്ചില്ല. ഇത് നല്ല സ്റ്റഫാണല്ലോ. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യും. പിന്നെന്താ? ജോൺസൺ ആൻഡ് ജേസൺ ഒരു ഗുലുമാല കേസായിരുന്നു. ഇപ്പൊ കാണാൻ പോകുന്ന വസ്തുവും അതൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ. നല്ല ഒന്നാന്തരം ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ ഈ സിറ്റിയിൽ ഇതുപോലെ കണ്ണായ സ്ഥലം വേറെ ഇല്ല. ഹാർട്ട് ഓഫ് ദ സിറ്റി. ഓക്കെ, എന്നെ താമസിപ്പിക്കണ്ട. ഞാനേ ഇതൊന്ന് ഇട്ടേക്കും വരാം. അയ്യോ, കാലേ കയറിച്ചാവില്ല, ചെറിയൊരു അബദ്ധം പറ്റിയിരിക്കുക. ആ, 1.5 ഏക്കറുണ്ട്. സെന്റിന് 40,000 രൂപ പറയുന്നത്. അത് കുറച്ച് കൂടുതലാണ്. അടുക്കുമ്പോ ഒരു വിട്ടുവീഴ്ചയൊക്കെ വരുമല്ലോ. അതാണല്ലോ ബിസിനസ്. അത് കളാ. അതെന്താ ഒരു ബോർഡ് കാണുന്നത്? അത് ബോർഡറാ. ഏതിന്റെ? അത് ബോർഡാണല്ലോ. ടെലിഫോൺ ഓഫ് ദി കൺട്രിമെന്റൽ പൊസിഷൻ. എന്താ ഇത് ശരിക്കും? അത് പിന്നെ ഇവിടെ ഒരു ടെലിഫോൺ ഉണ്ട്. അത് ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യാനാ. അപ്പൊ തെറ്റിപ്പോയോ? എന്താണ് ഈ ബോർഡ്? നീ പാന്റും ഷർട്ടും കൊണ്ട് തന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. സോറി അണ്ണ. സോറിയാ? ഇനി പാന്റ് എടുത്ത പരിപാടിയിലെ ഷർട്ട് എടുത്ത പരിപാടി ഇങ്ങനെ തൊലച്ചല്ലേ എനിക്ക് തല്ലുകൊണ്ട് കണ്ടട കളയാറില്ല. അടിച്ചാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ഇനി മേലാലി ഷർട്ട് അത് പോട്ടെ. ഷർട്ട് എടുത്ത പരിപാടി കാരണം എന്റെ ജീവിതം ഓടിക്കോ നടക്കോട്ടം. എടാ അപ്പു, എവിടെ പോയി കിടക്കണേ കുമാരെ? ഈ സന്ധ്യ കഴിഞ്ഞ നേരത്ത് അകത്ത് ലൈറ്റും ഫാനും ഇട്ട് വീടും പൂട്ടി ഇവന്മാരെ എവിടെ തെണ്ടാൻ ഇറങ്ങി? രാവിലെ വന്നാലും കാണില്ല, വൈകിട്ട് വന്നാലും കാണില്ല. എടാ അനന്താ, അപ്പൂട്ടാ എവിടെ? എന്റെ മാതാവേ, സോറിയോ സേപ്പേ, എനിക്ക് കലകറങ്ങുള്ളൂ. എന്റെ അമ്മേ, എന്റെ ശരീരം
വിറക്കണേ എന്റെ മാതാവേ, എന്റെ മാതാവേ. ദൈവമേ, അയ്യോ ദൈവമേ. ഈ മിസൈൽ അങ്ങോട്ട് അങ്ങനെ മാറ്റി പിടിക്കും. അവിടെ വെക്ക്. ഇവിടെ വയ്ക്കട്ടെ. എവിടെയായിരുന്നു ഇത്രയും നേരം? ഞങ്ങൾ തൃശ്ശൂർ പൂരം കാണാൻ പോയിരുന്നു. കണ്ടറിഞ്ഞൂടെ മാർക്കറ്റിൽ പോയാണെന്ന്. ഇനി എന്നും മായയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാലോ. ആ, കുറച്ചു മുൻപ് ഇവിടെ ആരോ വന്ന് ബെല്ലടിച്ചു. ഞാൻ വാതിൽ തുറക്കാൻ വന്നപ്പോ നിലവിളിച്ചോണ്ട് ഓടിപ്പോയി. ഞാനൊന്ന് പേടിപ്പിച്ചതാ. എനിക്ക് തോന്നുന്നത് അതാ മറിയമ്മ തള്ളയാണെന്ന്. ബെസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ എല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങി കൊടുത്താൽ മതി. ഇയാളോട് ആരാ പറഞ്ഞ ആവശ്യമില്ലാതെ മുൻവശത്തോട്ട് വരാൻ? ഞാൻ നിങ്ങളാണെന്ന് വിചാരിച്ചില്ലേ വാതിൽ തുറക്കാൻ വന്നത്. വാതിൽ തുറക്കാൻ ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. മറിയാമ്മച്ചേർത്തി വല വീഴണമെങ്കിൽ നമുക്ക് മറിയാമ്മച്ചേർത്തി കുറച്ച് ഏത്തക്കായ, ഏലക്കായ, മുരിങ്ങക്കായ, ചക്ക, മാങ്ങ, ലഡു ഇതെല്ലാം കൊണ്ട് മറിയാമ്മച്ചേർത്തിന് വീട്ടിൽ കൊണ്ടു നടക്കാം. ഐഡിയ കൊള്ളാം. പക്ഷെ അതിലൊന്നും ആ തള്ള വീഴുമെന്ന് തോന്നുന്നു. എന്നിട്ടും വീണില്ലെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? കട്ടി ചവിട്ടിയാ മതി. ഒരു ചവിട്ടി ഞാൻ നിനക്ക് വെച്ചിരും. ഇതെടുത്ത് അതുകൊണ്ടൊക്കെ നീ വാ. വേഗം തിരിച്ചു വരില്ലേ? ഇല്ല, ഞങ്ങൾ അവിടെ താമസിക്കാൻ പോവാ. മായേനെ തനിച്ചാക്കിയിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്നു മായ്ക്ക് തോന്നുന്നുണ്ടോ? നീ വന്നവരില്ലേ? നീ പോടാ. ഇതൊക്കെ എടുത്ത് അകത്ത് വെച്ചോട്ടാ, ഞങ്ങൾ ഇപ്പൊ വരാം. ആ, വാതിലടച്ചേരെ കള്ളന്മാരുണ്ടാവും.